ഹലോ എവരി വൺ. നിങ്ങളിപ്പോൾ കണ്ട ഈ 4 പ്രതിമകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് കാണുമ്പോൾ വളരെ ചെറുതാണല്ലേ, പക്ഷേ അതിനുള്ളിൽ ഒരു വലിയ ജീവിത പാഠം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് സ്പീക്ക് നോ ഈവിൾ, സീ നോ ഈവിൾ, ഹിയർ നോ ഈവിൾ ആൻഡ് തിങ്ക് നോ ഈവിൾ. അതാണ് ഈ 4 പ്രതിമകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 4 വൈസ് മോങ്സ്. ഈ 4 ചെറിയ പ്രതിമകൾ 4 വലിയ ഗുണപാഠങ്ങളാണ് നമുക്ക് തരുന്നത്. ഈ 4 വലിയ ഗുണപാഠങ്ങൾ എങ്ങനെ ഒരമ്മ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു എന്ന് നോക്കാം. ഒരിക്കൽ കുഞ്ഞ് തൻ്റെ അമ്മയുടെ അടുത്ത് വളരെ വിഷമത്തോടെ എത്തുകയാണ്. അവൻ്റെ മുഖത്തെ സങ്കടഭാവം കണ്ടിട്ട് അമ്മ ചോദിക്കുകയാണ്, മോനെ എന്ത് പറ്റി? അവൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാർ എല്ലാവരും, എൻ്റെ സഹപാഠികൾ എന്നെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, സഹിക്കാനേ പറ്റുന്നില്ല. അമ്മ പെട്ടെന്ന് ഉത്തരമൊന്നും പറഞ്ഞില്ല. അവനെ ചേർത്ത് പിടിച്ചിട്ട് അവരുടെ അടുത്തിരുന്ന ഈ 4 പ്രതിമകൾ ഓരോന്നായി അവനെ കാണിക്കാൻ തുടങ്ങി. അമ്മ ഒന്നാമത്തെ പ്രതിമയെ എടുത്ത് അവനെ കാണിച്ചു. ലുക്ക് അറ്റ് ദിസ് മങ്ക്. അത് കണ്ണ് പൊത്തിപ്പിടിച്ചിരിക്കുന്നത് നീ കണ്ടോ? എല്ലാം നമുക്ക് കാണാനുള്ളതല്ല. നമ്മുടെ കണ്ണുകൾ ദോഷം കാണാനുള്ളതല്ല. അത് കാണാതിരിക്കാൻ ശ്രമിക്കുക. ഡോണ്ട് ലുക്ക് അറ്റ് നെഗറ്റിവിറ്റി ഇൻ അതേഴ്സ് ആൻഡ് ഓൾസോ ഇൻ യു. അമ്മ രണ്ടാമത്തെ പ്രതിമയെ എടുത്ത് കാണിച്ചു. നീ ലുക്ക് അറ്റ് ദിസ് മോങ്ക്. അത് വായി പൊത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടോ നീയെ? എല്ലാം പറയേണ്ടതില്ല. മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒന്നും പറയാതിരിക്കാൻ ശ്രമിക്കുക. ഡോണ്ട് സ്പീക്ക് ഹർട്ട്ഫുൾ വേർഡ്സ് ടു അതേഴ്സ്. അമ്മ മൂന്നാമത്തെ പ്രതിമയെ എടുത്തവന് കാണിച്ചു. ലുക്ക് അറ്റ് ദിസ് മോങ്ക്. അത് ചെവി പൊത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടോ? എല്ലാം കേൾക്കാനുള്ളതല്ല. നമ്മുടെ ചെവി ദോഷം കേൾക്കാനുള്ളതല്ല. ഡോണ്ട് ലിസൺ ടു ടോക്സിക് വേർഡ്സ്. നീ കേട്ടില്ലേ, നിന്നെപ്പറ്റി എല്ലാവരും പറയുന്നത് കേട്ടില്ലേ? നീ അത് കേൾക്കാൻ നിൽക്കണ്ട. യു യുവർസെൽഫ് മൂവ് ഫ്രം ദാറ്റ് സൈഡ്. ഡോണ്ട് ലിസൺ ടു ടോക്സിക് വേർഡ്സ്. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയ കുഞ്ഞിന് ബുദ്ധിമതിയായ അമ്മ 4ാമത്തെ പ്രതിമയെ കാണിച്ചു. ലുക്ക് അറ്റ് ദിസ് മോങ്ക്. ഇത് ചിന്തിച്ചിരിക്കുകയാണല്ലേ? ഇതെന്താണ് ചിന്തിക്കുന്നത്? ഇത് ചിന്തിക്കുന്നത് നല്ല കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളുണ്ടല്ലോ. ദോഷം കാണരുത്, ദോഷം കേൾക്കരുത്, ദോഷം പറയരുത്. ഇത് 3ഉം നിന്റെ ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കിയാൽ നിന്റെ ചിന്തയും ശുദ്ധമായിരിക്കും. ചിന്ത ശുദ്ധമായിരിക്കണം. തിങ്ക് പ്യുവർ. എന്നാൽ മാത്രമേ നിനക്ക് ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കൂ. നിനക്കും സമൂഹത്തിനും വീട്ടുകാർക്കും എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു നല്ല വ്യക്തിയാകണമെങ്കിൽ നീ ഈ 4 കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഇത്രയും മനസ്സിലാക്കിയ കുഞ്ഞിനെ അമ്മ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ എന്താണ് കാണുന്നത്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് കേൾക്കുന്നത്, നമ്മൾ എന്താണ് പറയുന്നത്, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കും. ഇത് നല്ലതാണെങ്കിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ചെയ്യുന്നതും അതുപോലെ തന്നെ ചിന്തിക്കുന്നതും നല്ലതാണെങ്കിൽ നമ്മൾക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. നമ്മൾ പറയുന്നതാണ് പലപ്പോഴും നമുക്ക് ദോഷം ചെയ്യുന്നത്, അല്ലേ? അത് നമ്മൾ പറയാതിരുന്നാൽ നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും. അതുപോലെ തന്നെ നമ്മുടെ മാനസികാരോഗ്യവും വർദ്ധിക്കും. കുഞ്ഞിന് വളരെ സന്തോഷമായി. അവന് മനസ്സിലായി എന്താണ് കാണേണ്ടത്, എന്താണ് കേൾക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, അതുപോലെ എങ്ങനെ ചിന്തിക്കണം. തിങ്ക് പ്യുവർ ആൻഡ് ലിവ് പീസ്ഫുള്ളി. അവൻ അമ്മയിൽ നിന്ന് കേട്ട ഈ 4 മോങ്സിൻ്റെ കഥ പറയാനായി അവൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് അവൻ ഓടി. താങ്ക് യു സോ മച്ച്.